എല്ലാവർക്കും ഷിഡ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിമീനാണ്. നമുക്ക് ഏത് മീനാണെങ്കിലും ഇതുപോലെ പൊള്ളിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ആദ്യം ഒന്ന് തയ്യാറാക്കണം. അതിന് മുമ്പായിട്ട് മീനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴായിരിക്കും ഫിഷിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് വരുമൊക്കെ പിടിക്കുക. അപ്പോൾ മീനിലേക്ക് പുരട്ടി വെക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. മുളക് പൊടിയുടെ അളവിലൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അതുകൂടാതെ നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പെരിഞ്ജീരകം ഞാനിവിടെ ഫ്രഷായിട്ട് പൊടിച്ച പെരിഞ്ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം മാത്രം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് മീനെല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെച്ചതിന് ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ മീനിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ രണ്ടും വറുത്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ മീൻ ഫ്രൈ ചെയ്യുന്ന എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച സമയത്ത് മസാല തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ. തീ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫിഷ് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. മീൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കായിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അതുപോലെ തന്നെ സവോളയും തക്കാളിയും അരിഞ്ഞിട്ടെടുക്കുക. ആദ്യം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്തിട്ട് വഴറ്റാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും റെഡിയായി. വാഴയിലയിലാണ് നമ്മൾ ഫിഷ് പൊള്ളിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ചെറിയൊരു കഷ്ണം വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട്. അതാകുമ്പം നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുക്കുമ്പം മസാലയോ അല്ലെങ്കിൽ മീനോ ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അത് ബേസായിട്ടൊരു ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മസാല നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടെടുക്കാം. മസാലയൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ വാഴയില പൊതിഞ്ഞിട്ടെടുക്കുക. നല്ലതുപോലെ പൊതിഞ്ഞ് നന്നായിട്ട് മടക്കിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ മസാലയൊന്നും പുറത്തേക്ക് പോവുകയില്ല. ഇനിയിപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് മീൻ നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാഴയില കരിഞ്ഞു പോകത്തേ ഉള്ളൂ, മീൻ നന്നായിട്ട് പൊള്ളി കിട്ടത്തില്ല. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വലിപ്പമുള്ള പാനാണെങ്കിൽ ഒരുമിച്ച് തന്നെ 2 എണ്ണം നമുക്ക് പൊള്ളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഓരോ സൈഡും 5 മിനിറ്റ് വീതം നന്നായിട്ട് തന്നെ പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.